പലപ്പോഴും പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബാത്റൂമിൽ എഴുതി വെക്കുന്ന അല്ല കക്കൂസിൽ എഴുതി വെക്കുന്ന ഭാഷയാണ് എഴുതി വെക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം രീതിയിലേക്ക് എഴുതി വെച്ചാലൊക്കെ വലിയ രീതിയിലേക്കുള്ള കുരുക്കുകൾ വരും എന്നുള്ളതാണ്. ഷെബിനയുടെ മൊബൈൽ നമ്പർ അടക്കം എഴുതി വെച്ചത് വാക്കുകൾ ശരിക്കും നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും രീതിയിലേക്ക് മോശമായ വാക്കുകളാണ്. എന്നാലും പറയാണ്, അതായത് നല്ല ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഷെബിനയുടെ നമ്പർ കൊടുത്തുള്ളത്. എത്രത്തോളം വളരെ മോശമായി പോയി ഈ സമൂഹത്തിലെ കുറച്ച് ആളുകൾ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആളുകൾ ഒന്നും ചെയ്യാൻ മടിക്കാത്ത കാലമായി മാറി. അപ്പോൾ തീർച്ചയായും ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിലേക്കുള്ള ശിക്ഷ ഉറപ്പായിട്ട് വരും എന്നുള്ളത് ഈ എഴുതുന്ന ആളുകൾ 100% അറിയേണ്ടതുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു മാനസിക വൈകൃതങ്ങളുള്ള കുറച്ച് ആളുകൾ എപ്പോഴും സമൂഹത്തിലുണ്ട് എന്ന് അറിയുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമസ്കാരം. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ അത്തരം രീതിയിലേക്കുള്ള അധിക്ഷേപങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഷൊർണൂർ കണ്ണൂർ മെമു ട്രെയിനിൽ ടോയ്ലറ്റിൽ വളരെ മോശമായ രീതിയിലേക്ക് എഴുതി വെച്ച് ഷെബിനയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെബിനയ്ക്ക് ഫോൺ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഫോൺ എടുക്കുന്ന കോളുകളൊക്കെ വളരെ മോശമായ രീതിയിലേക്ക് സംസാരിക്കുകയും അത്തരം ഒരു അനുഭവം ഉണ്ടായി. ഷെബിനയാണ് നമ്മുടെ കൂടെ കൂടുന്നത്. ഷെബിന, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയാമോ? 28-ാം തീയതി വെള്ളിയാഴ്ച ഒരു 3 മണിക്ക് എനിക്കൊരു കോൾ വന്നു. ഷെബിനല്ലേ ചോദിച്ചു. ആ ഷെബിന തന്നെയാണ് അറിയാം. അപ്പം ഞാൻ പിന്നെന്താണ് അവർ നിങ്ങൾ ആരെ നമ്പർ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചു. അപ്പം ഞാൻ ഒരു ഞാൻ പറഞ്ഞു ഷെബിന് ഞാൻ ലേഡീസ് ഞാൻ ഓട്ടോ ഓടിക്കില്ലല്ലോ, ഓട്ടോ ഓടിക്കില്ലാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ നമ്പർ വന്നപ്പോൾ വേറെ ആര് വർക്ക് സബ് തന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി മേലേക്ക് വിളിക്കും, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലേ, ലേഡീസ് അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വിളിക്കരുത്, ഇതോടെ കൂടി അവസാനിച്ചത്. അപ്പം ഇപ്പം നമുക്ക് അതിൻ്റെ പേര് മനസ്സിലായി ഷെബിനല്ലേ ചോദിച്ചു. നമുക്ക് വേറെ നമ്പർ തന്നതാണെങ്കിൽ ആ നമ്പർ തന്നാണ് പേരും നമ്പറും കൂടി കാട്ടിയത്. അപ്പോൾ അവർ തന്നില്ല, വിട്ടുപോയി. നിങ്ങളെ വിളിക്കുകയാണ്, ഷെബിനയാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഷെബിന ആണെന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയുന്ന ആളുകളാണ് എന്നാണ് ആദ്യം വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പല കോളുകളും വന്നൂല്ലേ? അല്ല, ഫസ്റ്റ് വന്ന കോളാണ്. ഫസ്റ്റ് വന്ന കോള്. അപ്പൊ എന്നോട് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, വണ്ടി കേടൊക്കെ ഞാൻ വർക്ക് ഷാപ്പിൽ കൊണ്ട് വെച്ചത് നമ്പർ. അപ്പം ഞാൻ വർക്ക് ഷാപ്പിലായാലും ഓട്ടോ ഡ്രൈവറെ ഞാൻ ഷെബിനെ ആദ്യം തന്നാൽ ഷെബിന ഡ്രൈവർ എന്താ തന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു ആദ്യം അറിഞ്ഞപ്പോൾ ഷെബിന ഡ്രൈവറായി തരുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പുറത്താണ് ഞാൻ പറഞ്ഞത്, ഡ്രൈവറല്ലേ, ഞാൻ ലേഡീസ് അല്ലായിരുന്നു. അപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കും. ഒരു ഒറ്റടിക്കുന്ന ഷെബിന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എനിക്ക് എവിടെ നമ്പർ കിട്ടി എന്താ വെച്ചാൽ വേറെ തന്നാണ്. അപ്പം ഈ മേലേക്ക് വിളിക്കരുത്, ഇതോടെ കൂടി അവസാനിപ്പിക്കാണ്ട് അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 7 മണിക്ക് വേറെ കൊള്ളത്. അപ്പം എന്നോട് വെച്ചത് ഒരു മാന്യമായ മനുഷ്യനാണിത്, കണ്ണൂരിലാണ് അറിയാം. എന്നോട് അറിഞ്ഞു ഷെബിനല്ലേ ചോദിച്ചു. അപ്പം എന്നെ എവിടെ വിളിച്ചപ്പോൾ പെരുന്തമണ്ണാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ മോളെ പേരും ഷെബിന, അതിൻ്റെ നമ്പറും ഇതിനെക്കുറിച്ച് അശ്ലീല വാക്കുകളുണ്ട്. മെമോ കണ്ണൂർ ഷൊർണൂർ മെമോൻ്റെ ടോയ്ലറ്റിൽ ഡോർമ എഴുതിച്ചിട്ടാണ്, നല്ല ക്ലിയർ എഴുതിച്ചത്. എഴുതി കണ്ടാൽ അയാളിപ്പോൾ പുതിയ എഴുത്താണ് പറഞ്ഞു. അപ്പോൾ നേരത്തെ അയാൾ പോകുമ്പോൾ അത് ഉണ്ടായിട്ടില്ല, നേരത്തെ ടോയ്ലറ്റ് പോയിട്ടാണ്. ഈ കമ്പാർട്ട്മെൻറ്റ് ഇയാൾക്ക് വീണ്ടും ഇയാൾ ടോയ്ലറ്റ് തന്നെ പോയത്. അപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ആ ബോഗിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ പറഞ്ഞു കുട്ടി മോള് പരാതി കൊടുക്കണം, മേക്കൊണ്ട് പെങ്ങളും പിന്നെ മക്കളൊക്കെ അറിയാം. പരാതി കൊടുക്കും. ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. പലവരും വിളിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്പർ മാറ്റം, എല്ലാവരും നമ്പർ മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ സന്നിധി പ്രവർത്തനം കൂടെ കൂട്ടുന്ന ആളാണ് ഞാൻ. നമ്പർ മാറ്റാൻ ഞാൻ അറിയാത്ത കോളും അറിഞ്ഞ കോളൊക്കെ ഞാൻ എടുക്കുന്നതാണ്. അപ്പം പറഞ്ഞു കുട്ടി പെട്ടെന്ന് പരാതി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇത്രയും ടൈം ആയില്ലേ എന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സംസാരിച്ച് ഞാൻ റെക്കോർഡാക്കി. കുറച്ച് ഭാഗം റെക്കോർഡാകാൻ കൂടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വീട് 11:15 കോളാണ്. ആ കോള രാത്രി 11:15. അപ്പം എന്നോട് വെച്ചിട്ട് ഷെബിനല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷെബിൻ തന്നെയാണ് അറിയാം. അപ്പം നിങ്ങൾ എടുക്കാൻ വിളിക്കുന്നത് വെച്ചു. ഇങ്ങനെ ഷെബിനാക്കാനെ വിളിക്കുന്നത്. ഈ നേരത്തെ എന്താ വിളിക്കുന്നത്? പിന്നെ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകണേ. ഈ 11:15 ജോലിക്ക് വിളിക്കുക വെച്ചു. എന്ത് ജോലിക്കാണ് വിളിക്കുന്നത് ചോദിച്ചു. അപ്പം ടൈലറിൻ്റെ ജോലിക്ക് ഇന്നെത്തി. അപ്പോൾ ഒരാൾ നമ്പർ തന്നാണ്. ഒരാൾ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന ആളെ നമ്പർ കാട്ടി. ഞാൻ അവർക്ക് വിളിച്ചു വെച്ചപ്പോഴേ ഞാൻ ആരോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഈ ജോലി ഇട്ട് വേണ്ടത് ഞാൻ. അപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ തന്ന നമ്പറും കാട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂടുതൽ സംസാരിച്ചൊക്കെ ഞാൻ സൈബറിൽ കൊടുക്കും, ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ്. അപ്പോൾ ഇജ്ജ് എവിടെ കൊടുത്താലും ഇവിടെ പേടിയില്ല. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വീട് ചെയ്യാതെ ആവർത്തി ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് നമ്പർ തന്ന ആളും പറയില്ല. പിന്നെ എന്താണ് ഇജ്ജ് ഷെബിനല്ലേ അറിഞ്ഞാൽ മതി, അതിന് നമ്പർ ഇതല്ലേ അറിഞ്ഞാൽ മതി, ഇതെനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഉദ്ദേശങ്ങൾ കാര്യം എന്താ പറയും, നിങ്ങൾ ടൈലറിങ്ങൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാളിൻ്റെ നമ്പർ തന്നത് ഞാനവർക്ക് വിളിച്ചു വെച്ചോട്ടെ, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ എന്താണ് എൻ്റെ പരിപാടി മറ്റേ പരിപാടിയല്ലേ,
അതേ കാരണം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശം അതാണ്, എൻ്റെ പറ്റിയ പരിപാടിയല്ലേ, ചിലക്ക് പറ്റിയ പരിപാടിയല്ലേ ചോദിച്ചു. അപ്പോൾ എന്ത് പരിപാടി എന്തെങ്കിലും ടൈലർ പരിപാടി അല്ല പറ്റിയ പരിപാടിയാണ് എനിക്ക് മനസ്സിലാവില്ല. മറ്റേ പരിപാടിയാണ് നിങ്ങൾ പറഞ്ഞത് ടൈലറിൻ്റെ പരിപാടിയാണ്, അതാണ് അല്ല മറ്റേ പരിപാടി. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതന്നെയാണ്. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ഇത്രയും ടൈമായി, ഇത്രയും ടൈമിൽ നിങ്ങൾ ലേഡീസിൻ്റെ വിളിക്കും പെങ്ങളും കുമ്പും ആക്കലില്ലേ, അപ്പോൾ ഇത്രയും ഒരു ലേഡീസിന് വിളിക്കും. ഇത്രയും വൈകുന്നേരം വരെ ടൈമിലെത്തി ഈ ടൈമിലാണ് നിങ്ങൾ വിളിച്ചിട്ട് ജോലിൻ്റെ കാര്യം അന്വേഷിക്കുക ചോദിച്ചു. വേറെ നിങ്ങൾ ടൈം ഉണ്ടായില്ല ചോദിച്ചു. നിങ്ങൾക്ക് അറിയില്ലേ ഒരു ലേഡീസിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബാക്കിൽ വരാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ പരാതി കൊടുക്കും, കൊളത്തൂർ സ്റ്റേഷനാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ഞാൻ സ്റ്റേഷൻ പരിധിയിലാണ്. സ്റ്റേഷൻ പരിധി നിങ്ങൾ എവിടെയാണ്, പടപ്പറമ്പോ കൊളത്തൂരോ EMS നിങ്ങളോട് വിളിച്ച് തട്ടിക്കയറാണ്. ഞാൻ പറഞ്ഞു ഇത്രയും സ്ഥലത്താണെങ്കിൽ പടപ്പറമ്പ് ഞാൻ അറിയും, കൊളത്തൂർ സ്റ്റേഷൻ്റെ പരിധി അവിടെ ട്രോമക്കയിൽ സെക്രട്ടറിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു MES ഉറുപ്പത്താൽ ഇതൊക്കെ ഞാൻ അറിഞ്ഞ സ്ഥലമാണ്, നിങ്ങൾ ഇവിടെ എവിടെ വെച്ചപ്പോൾ അതിന് കുറേ സൗകര്യമില്ല. ഇത് ശബിനെല്ലാം അറിഞ്ഞാൽ മതി, മറ്റേ പരിപാടിയെല്ലാം അറിഞ്ഞാൽ മതി. വീണ്ടും വിടും. അപ്പോൾ ഞാൻ പറഞ്ഞു സമനിലൊക്കെ തെറ്റിപ്പോയി, അതാ ഫീൽ. ഇപ്പം എത്ര കോളാ വരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരം വെളുത്തൊക്കെ എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞപ്പോൾ ഞാൻ റിട്ടേർഡ് പോലീസ് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ ആയിരുന്നു ഈ ഒരു കംപ്ലൈൻറ്റ് ഒക്കെ ലൈവില്ല. അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ സൈറ്റിൽ നമ്പർ എടുത്തു. ഷൊർണൂർക്ക് ഞാൻ വിളിച്ചു റെയിൽവേക്ക്. അപ്പോൾ റെയിൽ പോലീസ് വിളിച്ചപ്പോൾ അതേ അറിഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാ സ്ഥലവും കാര്യങ്ങളും പുതിയ അഡ്രസ്സോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മെമ്മ കൊടുന്ന രാവിലെ പൊയ്ക്കണം 5 മണിക്ക്, ഇനി രാത്രി 10:45 11 മണി ഇവിടെ എത്താനറിയും. അപ്പോൾ ഞാൻ വായിച്ച് കളയാറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആരോ എഴുതിക്കണേ ഒരു ഏട്ടൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അതായത് നമ്മളിപ്പം പലപ്പോഴും പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബാത്റൂമിൽ എഴുതി വെക്കുന്ന അല്ല കക്കൂസിൽ എഴുതി വെക്കുന്ന ഭാഷയാണ് എഴുതി വെക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഇത്തരം രീതിയിലേക്ക് എഴുതി വെച്ചാലൊക്കെ വലിയ രീതിയിലേക്കുള്ള കുരുക്കുകൾ വരും എന്നുള്ളതാണ്. ഷബിനയുടെ മൊബൈൽ നമ്പർ അടക്കം എഴുതി വെച്ചത് വാക്കുകൾ ശരിക്കും നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അത്രയും രീതിയിലേക്ക് മോശമായ വാക്കുകളാണ്, എന്നാലും പറയാണ്. അതായത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഷബിനയുടെ നമ്പർ കൊടുത്തുള്ളത്. എത്രത്തോളം വളരെ മോശമായി പോയി ഈ സമൂഹത്തിലെ കുറച്ച് ആളുകൾ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാര്യം അത്തരം രീതിയിലേക്ക് വേദനിക്കുന്ന രീതിയിലേക്ക് ഓരോ സ്ത്രീകളും പോകുന്നുണ്ട്. കാര്യം ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയേറെ ആളുകൾ ഒന്നും ചെയ്യാൻ മടിക്കാത്ത കാലമായി മാറി. അപ്പോൾ തീർച്ചയായും ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിലേക്കുള്ള ശിക്ഷ ഉറപ്പായിട്ട് വരും എന്നുള്ളത് ഈ എഴുതുന്ന ആളുകൾ 100% അറിയേണ്ടതുണ്ട്. ഷബിന ശരിക്കും പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടെ തന്നെ അല്ലേ, ട്രോമ കെയറിലൊക്കെ വർക്ക് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അവർക്കുണ്ടാവുന്ന മാനനഷ്ടം വല്ലാത്ത രീതിയിലേക്കുള്ളതായിരിക്കും. സാധാരണ രീതിയിലേക്ക് ഇത്തരം ആര് കൊടുത്താലും ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ട്. അത് വടകരയിലൊരു ഞാൻ കണ്ണൂരിലൊരു ഓർഗനൈസ് ഉണ്ട്. അവര് വടകര ഞാൻ പരിചയമുള്ള വീട്ടിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ മുമ്പാന്ന് ഉമ്മ മരിച്ചു ഇപ്പോൾ ഒരു മോൻ മാത്രം, മോന്റെ കൂടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവരെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് ഭർത്താവും ഉണ്ട്, 2 കുട്ടികളുണ്ട്. സംഭവങ്ങൾ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതും പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ കുടുംബമായി ജീവിക്കുന്ന സ്ത്രീയുടെ നമ്പർ അടക്കം കൊടുത്ത് അവരുടെ പേരടക്കം കൊടുത്ത് ഇത്ര മോശമായ രീതിയിലേക്ക് ആളുകളെ കൊണ്ട് വിളിപ്പിക്കുന്ന രീതി വളരെ മോശകരമായ സംഭവമാണ്. ഈ ഒരു വിഷയം റെയിൽവേ പോലീസിലും മറ്റ് സ്റ്റേഷനിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് മുന്നിട്ട് വന്ന ഒരാളാണ് നൗഷാദ് തെക്കയിൽ. ഇത്തരം രീതിയിലേക്ക് അതായത് നമുക്ക് കേട്ടാൽ അറക്കുന്ന ഭാഷകളാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ അടക്കം എഴുതുന്നത്. ഇത് ശരിക്കും ഈ ടോയ്ലറ്റിലൊക്കെ മുൻപ് കാലങ്ങളിൽ നമുക്ക് വലിയ രീതിയിലേക്ക് പിക്ചറുകളൊക്കെ വരച്ചിടുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം അത്തരം രീതിയിലേക്കൊക്കെ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇത് വീണ്ടും ഇത്തരം രീതിയിലേക്കൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു മാനസിക വൈകൃതങ്ങളുള്ള കുറച്ച് ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്ന് അറിയുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഈ ഇത്ത തന്നെ പറയുണ്ടായി, ഇത്താക്ക് ഒരു ഫോൺ വന്നു, ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സ്ത്രീക്ക് നമ്മുടെ ഒരു സഹോദരിക്ക് ഒരു ഫോൺ വന്നിട്ട് ആ ഫോണിൽ ആദ്യം തന്നെ ഇത്തരത്തിലുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം എത്രത്തോളം ഷോക്കായിരിക്കും. നമ്മളിവരെയൊക്കെ സ്നേഹിച്ച് നല്ല രീതിയിൽ നമ്മളെ അമ്മയും സഹോദരിമാരും ഒക്കെ ഉള്ള മക്കളൊക്കെ പോലെ എന്താ പറയുക അത്രയും ബഹുമാനത്തോടെ കൂടെ കാണേണ്ട ആളുകളല്ലേ. അപ്പോൾ ഇത് വലിയൊരു വിഷമമാണ്. അപ്പോൾ എനിക്കറിയാം പിന്നെ ഈ ശബരത്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കോഴിക്കോട് കസബ സ്റ്റേഷനിൽ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ കൂടെ പോയിരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ നിയാസും കൂടെ പോയിരുന്നു. അവരെ മാക്സിമം ആ വിഷയത്തിൽ അവരെ വിഷമം തീരാൻ വേണ്ടി നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിൽ പ്രതിയെ നമ്മൾ CI നല്ല ഇടപെടൽ പോലീസ് നടത്തി ആ പ്രതിയെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു പറയുന്ന പ്രകാരം ആ പ്രതിക്കോ പ്രതിയുടെ കൂടെയുള്ള ആളുകൾക്കോ പ്രത്യേകം എന്തൊരു വൈരാഗ്യം
തീർക്കാനുള്ളൊരു നടപടി ചിലപ്പോൾ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വളരെ മോശമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്തരം രീതിയിലേക്ക്, അതായത് ഒരു മൊബൈൽ നമ്പർ കണ്ട് ആ മൊബൈൽ നമ്പറിൽ നിയമത്തെ പേടിക്കാത്ത രീതിയിലേക്ക് വിളിക്കുക, ഒരു സ്ത്രീയോടാണെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറുക, ഈ എന്താണ് നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഒരു പോക്ക് എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് വളരെ നമുക്കൊരു സമൂഹം ഏത് രീതിയിലേക്ക് എത്തിപ്പോയി. ഇപ്പോൾ നിയമ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മയക്കുമരുന്നിൻ്റെയും മറ്റും പിടിയിൽപ്പെട്ട് സമൂഹം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ഒരു മനോവൈകൃതം ഇവരെ ഈ ചെയ്തവരെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എല്ലാ സഹായങ്ങളും ഈ സഹോദരിക്കും നൽകാം. 100% ഇത്തരം സംഭവങ്ങൾ ശരിക്കും നല്ല രീതിയിലേക്കുള്ള ശിക്ഷ കിട്ടുന്ന സംഭവമാണ് എന്ന് ജനങ്ങൾക്ക് അറിയാമെങ്കിലും ഈ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്കുള്ളൊരു സംഭവങ്ങൾ, അതായത് ഇത്തരം രീതിയിലേക്കുള്ള അധിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിയമത്തെ പേടിക്കാത്ത ഒരവസ്ഥ ശരിക്കും ഞാൻ പറയുന്നത് നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന് എത്രത്തോളം എന്താണ് അനുവദനീയമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരം ഇതിലേക്ക് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ശരിക്കും നിർത്തലാക്കണം. കാര്യം കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.